ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പോലെ പഴുത്തിട്ടുള്ളതാണ്. ഒരുപാട് നന്നായിട്ട് പഴുത്തു പോയ പഴമായാലും മീഡിയം പഴുപ്പായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള കണക്കനുസരിച്ചാണ് ഈ ഒരു പഴം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. മൈദയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതിനു വേണ്ടിയാണ് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, അതും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൽ നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പാല് പോരാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കാം. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 1-2 മിനിറ്റ് ഈ ഒരു നെയ്യിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു മണവും പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും ഈ ഒരു കൂട്ടിന്. ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതേ പാൻ തന്നെ വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പാനിൽ മൊത്തത്തിലൊന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ആ ഒരു മിക്സിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ കറക്റ്റ് പരുവം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് പാനിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ക്യാരറ്റ്, തേങ്ങ, ശർക്കര മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാവിൻ്റെ മിക്സ് കറക്റ്റ് ആയിട്ടിരുന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതാ ഇവിടെ നല്ല പോലെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മിക്സും കൂടെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് കറക്റ്റ് ഷേപ്പിലാക്കി കൊടുക്കാം. കുഴയ്ക്കാതെയും പരത്താതെയും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഭയങ്കര സിമ്പിളാണ്. സാധാരണ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ നമ്മൾ മാവ് കുഴച്ചെടുത്തതിന് ശേഷം അതൊന്ന് പരത്തിയെടുത്തിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കറുത്ത എള്ള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മണവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒന്ന് മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം മാത്രം അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ കിട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിലൊക്കെ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.